മൈലാപ്പൂർ. ഓക്കെ രഞ്ജിനി ചേച്ചി പറയും, വിശേഷങ്ങൾ കേൾക്കട്ടെ. ഹായ്, നമ്മൾ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് വരുന്ന ഉടനെ നമ്മൾ FM റേഡിയോ അങ്ങ് ഓണാക്കും. അപ്പം അതിനകത്തെ പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെ കേട്ടാണ് നമ്മൾ ജോലി തുടങ്ങുന്നത്. ഞാൻ നല്ല പാട്ടുകളാണ് അതിനകത്ത് ഇടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ടൊക്കെ കേട്ട് നിന്ന് നമ്മളറിയത്തില്ല, ജോലി ചെയ്യുന്നത് നമ്മളറിയത്തേ ഇല്ല. അപ്പം രാവിലെ നമുക്ക് ദാണ്ട് ഇന്ന് പുതിയ അടുക്കളയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം കട്ടൻ കാപ്പി ഇടാം, പിന്നെ നമുക്ക് ഇച്ചിരി ഇടിയപ്പം ഉണ്ടാക്കാം. കാര്യം ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കുവിന് ഇടിയപ്പം മതിയെന്ന് പറഞ്ഞ്, അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ഫേബറിൻ്റെ അടുപ്പും ചിമ്മിനിയും ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ വെച്ചെങ്കിലും ഐശ്വര്യയും സൈചേട്ടനും ഒക്കെ ഉള്ളപ്പോഴാണ് ഞാനിത് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ച് അതിലും നമുക്ക് ചെയ്യാമല്ലോ. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ച് വെച്ചിട്ട് നമ്മളെന്തിനാണ് ഷോയ്ക്ക് വെച്ചേക്കുന്നത്, അതിനകത്ത് ഓരോന്ന് ചെയ്യാമല്ലോ. ചിമ്മിനിയുടെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കൈ കൊണ്ട് 2 പ്രാവശ്യം ഇങ്ങനെ ആക്കുമ്പം ചിമ്മിനിയുടെ 1, 2, 3 അങ്ങനെ ഓരോ അളവിൽ പോവും. അപ്പം എന്നിട്ട് തിരിച്ചാക്കുമ്പോൾ അത് ഓഫാവും. ഇത് സൈജറ എനിക്ക് പഠിപ്പിച്ച് തന്ന്. അങ്ങനെ ഞാൻ പഠിപ്പിച്ച് തന്നെങ്കിലും എനിക്കൊരു ഒരു മാറി നിൽക്കും ഞാൻ. പക്ഷേ ഇന്നിപ്പം ഞാനത് ഉപയോഗിച്ച് ഇനിയിപ്പോൾ അത് ചെയ്യാൻ പറ്റും. അരി പൊടിച്ചത് ഇരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അരി പൊടിച്ചതും എടുത്ത് കുറച്ച് ശകലം ഒരു നുള്ളി ഉപ്പുമൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചങ്ങ് ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഞാൻ തൊടത്തില്ല കേട്ടോ. ഒരു സ്പൂൺ ഇട്ട് ഇളക്കിയിട്ട് ഞാനങ്ങ് ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവന്നങ്ങ് വെക്കും. കാര്യം പണ്ടൊക്കെ എന്ന് വെച്ചാൽ അമ്മമാർ ആ തിളച്ച ആ ചൂട് വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ ആ ചൂടോട് കൈയിട്ടിങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ ചെയ്യത്തില്ല. ഞാനിതാണ്ട് ഇപ്പം ഒന്ന് ഇളക്കിയിട്ട് ഫാനിൻ്റെ കാറ്റത്ത് കൊണ്ടുവെക്കും. അത് അവിടെ ഇരുന്ന് ആറി കഴിയുമ്പോഴാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നെയ്യും കൂടി ഇതിനകത്ത് ഒഴിക്കും കേട്ടോ, അപ്പം നല്ല മയം കിട്ടും. അങ്ങനെ താണ്ട ഉരുട്ടി വെച്ച് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ 3 ആളേ ഉള്ളൂ. അപ്പം ഇച്ചിരി ഞാനങ്ങ് എടുത്ത്, കാര്യം രാത്രിയിലത്തേക്ക് നമുക്ക് എടുക്കാമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ് പിന്നെ അതാടെ നമ്മുടെ 10 മണി പൂത്ത് നിൽക്കുന്നുണ്ടോ, മുട്ടം പൂവാ കേട്ടോ. ആശ്രാമം മൈതാനത്തെ ഈ ഫെസ്റ്റ് വന്നപ്പോൾ ഞാൻ മേടിച്ചതാണ്. 25 രൂപയും കണ്ടായിരുന്നു ഒരു സെറ്റിനകത്ത് 6 തണ്ടം കണ്ട. അപ്പം ഞാനത് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചായിരുന്നു. വലിയ പൂവാണ് കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ തിരിങ്ങിയിട്ട് നമ്മൾ ആ ഇടിയപ്പം പീച്ചി ഇടുന്നതിൻ്റെ അടിവശത്ത് നമ്മൾ ഇടാറുണ്ട്. ഞാൻ പക്ഷേ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് എല്ലാ തട്ടത്തിലും ഒന്ന് തൂത്തിട്ട് അതിൻ്റെ പുറത്ത് ഞാനങ്ങ് പീച്ചി ഒഴിക്കുകയാണ് ചെയ്തത്. തേങ്ങ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ബോഗൻവില്ലയാണ് കേട്ടോ. നല്ലൊരു കളറും നല്ല അടുക്കിന് പൂവ് നിൽക്കുന്നു. അതിപ്പം ഞാൻ ഈ വെയിൽ കാരണം ഞാൻ ഒളിച്ച് വെച്ചിരുന്ന വേറൊരു ചെടിയുടെ കീഴിൽ. അപ്പം പൂത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ അങ്ങ് ഭയങ്കര സന്തോഷമായി. നല്ലൊരു കളറ്. പിന്നെ ജമന്തിപ്പൂവുണ്ട്, അത് നിറച്ച് പൂത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ മുറ്റത്തെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തോ ഒരു വല്ലാത്ത ഇഷ്ടമാണ് അത്. ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ കുഴയ്ക്കുമ്പോൾ ശകലം എണ്ണയോ ഇച്ചിരി നെയ്യോ ഒക്കെ ഒഴിച്ച് കുഴയ്ക്കുവാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അടുക്കളയിൽ വെള്ള കളറ് ഗ്രാനൈറ്റ് ഇട്ടത് കൊണ്ടുണ്ടല്ലോ, എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മൾ തുടച്ച് നിന്നോണം. അല്ലെങ്കിൽ ആ അടയാളം അതുപോലെ അവിടെ കാണിക്കും. ഭയങ്കര നല്ല പാടാണ് കേട്ടോ. പാടെന്ന് വെച്ചാൽ അതുപോലെ തുടച്ച് നിന്നോണം. ഒരു പൊടി വീണാൽ പോലും നമുക്ക് അറിയാൻ പറ്റും. കറുപ്പാണെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമില്ല. ഇത് നമ്മൾ ആദ്യത്തെ മെയിൻ അടുക്കളയിൽ വെള്ളയും വർക്ക് ഏരിയയിൽ ബ്ലാക്കുമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ അടിപൊളിയാണ്. പക്ഷേ തുടച്ച് നിന്നോണം. ആ പൊടികളും ഒക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കണമെങ്കിൽ. അപ്പോൾ ഇടിയപ്പം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് കാപ്പി കുടിക്കാം. അപ്പം ഇടിയപ്പം, ചിക്കൻ കറി, ചൂട് കട്ടൻ കാപ്പി, കൊള്ളാമല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ.